ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ് കേട്ടോ. ഈ ഒരു ചൂട് സമയത്ത് ശരീരം തണുപ്പിക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളിയൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാവേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 ലിറ്റർ പാലിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ പാൽ ഒഴിച്ച ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കസ്റ്റർഡ് പൗഡറാണ് വേണ്ടത്. ആ ഒരു കസ്റ്റർഡ് പൗഡറിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റി നന്നായി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരുപാട് തിക്കാക്കിയല്ല എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ തിക്കാവണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ അളവിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് എടുക്കുന്നത്. നമ്മൾ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു കറക്റ്റ് തിക്നെസ് നമുക്ക് കിട്ടുകയും ചെയ്യുവേ. അങ്ങനെ അത് നന്നായി മിക്സ് ചെയ്ത് ആ ഒരു കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു തിക്നെസ് വരുന്നത് വരെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും വരാതിരിക്കാനാണ് നമ്മളിത് കൈവിടാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു തിക്നെസ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കൂൾ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സാബുനരിയാണ്. അപ്പോൾ അത് നന്നായി കഴുകി കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ സാബുനരി അല്ലെങ്കിൽ ചൗവരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നന്നായി തണുപ്പിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ആ ഒരു സ്ലൈംനെസ് ഒക്കെ പോകാനായിട്ടാണ് കേട്ടോ നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇനി അത് നന്നായി തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആണ് വേണ്ടത്. നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ പപ്പായ പഴുത്തത് എടുത്തിട്ടുണ്ട്, അനാർ എടുത്തിട്ടുണ്ട്, ആപ്പിള്, മാംഗോ, പിന്നെ ഒരു ബനാനയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഇനി അത് നല്ല പോലെ നമ്മുടെ ആ ഒരു കസ്റ്റാർഡ് മിക്സ് തണുത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഈ ഒരു ഫ്രൂട്ട്സ് ആഡ് ചെയ്യുവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പതിയെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ ഫ്രൂട്ട്സ് മുഴുവനായിട്ടും ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാബുനരിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നല്ല കറക്റ്റ് തിക്നെസ്സിൽ നമുക്ക് കിട്ടും. ഞാനിവിടെ ഓവർനൈറ്റ് തണുപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റ് വെച്ച് എടുത്തിട്ടുള്ള ആ ഒരു ഫ്രൂട്ട് സാലഡാണ്. ഇത് കണ്ടോ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കഴിക്കാനായിട്ടുള്ള കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന 2 തരം ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, അതും കാണാൻ മറക്കല്ലേ കേട്ടോ. കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സാലഡ്സ് ആണ്. ഈ ഒരു ഫ്രൂട്ട് സാലഡ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.